കെ മുരളീധരൻ ഉന്നയിച്ചൊരു ആരോപണമുണ്ട്. ഈ കരുവന്നൂർ കേസിൽ തൃശ്ശൂരിൽ CPI ബലിയാടാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന്. അതൊക്കെ മുരളിയുടെ വർത്തമാനങ്ങളെ, എൻ്റെ നല്ല സുഹൃത്താണ് മുരളി. അതാണ് ഞാൻ മുരളിയെ തരുന്ന് വിളിക്കാതെ മുരളി എന്ന് വിളിക്കുന്നത്. ആ സുഹൃത്തിൻ്റെ വർത്തമാനങ്ങളെ കോൺഗ്രസ് പാർട്ടി പോലും ഗൗരവമായി കാണുന്നില്ല. അത് മുരളിക്കറിയാം. തിരുവനന്തപുരം മണ്ഡലവും CPI കുറേ കാലമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. വിജയിച്ചു വന്ന മണ്ഡലം കൂടിയായിരുന്നു. ഇവിടെയാണ് PK വാസുദേവൻ നായർ, സുരേന്ദ്രനാഥ് ആശാൻ, പന്ന്യൻ രവീന്ദ്രൻ എല്ലാം ജയിച്ച മണ്ഡലം. ആ ചരിത്രം ആവർത്തിക്കും. ശക്തമായ മത്സരമോ തിരുവനന്തപുരം ജില്ലയിൽ? ശശി തരൂർ വലിയ എതിരാളി തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 ടേം എല്ലാ പൊളിറ്റിക്കൽ ഫൈറ്റും ഗൗരവമുള്ളതാണ്. ഓരോ മറുഭാഗത്തുള്ള എതിരാളിയാണ് രാഷ്ട്രീയ എതിരാളി. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ പോരാടും, രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ അതിജീവിക്കും, രാഷ്ട്രീയമായി ഞങ്ങൾ ജയിക്കും. അതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ കയറുമ്പം ഇടതുമുന്നണി നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി എന്നാൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളായിരിക്കും. ഇതിനെ എങ്ങനെയായിരിക്കും ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിലേക്ക് വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് നേരിടുക? അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഇതല്ല സത്യം എന്നുള്ള കാര്യം? ഇത്തരം ആരോപണങ്ങളൊന്നും പുതിയ കാര്യമല്ലല്ലോ. ഇതൊന്നും പുതിയതല്ല. ഇതിനേക്കാളും വലിയ ആരോപണം കോലാഹലമായിരുന്നു കഴിഞ്ഞ സമയത്ത് കേരളത്തിലുണ്ടായത്. ജനങ്ങളിലേക്ക് പോയി, ജനങ്ങൾ സത്യം മനസ്സിലാക്കി, അവർ LDFനെ ജയിപ്പിച്ചു, 2ാം വട്ടം ഭരണം കൊടുത്തു പിണറായി സർക്കാരിന്. അതാണ് കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാം. അത്രയേ ഉള്ളൂ. ഇപ്പോഴും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു VD സതീശനൊക്കെ വന്ന് കുറച്ചുകൂടെ ശക്തമായ ഒരു UDF മുന്നണിയാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസ്സിലാരും പറയില്ല ഈ വർത്തമാനം. കോൺഗ്രസ്സിലെല്ലാവർക്കും അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു. ശക്തമായി എന്ന് ഒറ്റ കോൺഗ്രസ്സുകാരും പറയുന്നില്ല. അപ്പം പ്രശ്നമല്ല, പ്രശ്നമല്ലെന്നല്ല. UDF എല്ലാവരും പ്രശ്നം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ ഭയപ്പെടുന്നവരല്ല. ഞങ്ങൾക്കറിയാം, ജനങ്ങളെ ഞങ്ങൾക്കറിയാം. പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് വിശ്വാസമാണ് ജനങ്ങളെ. അവർക്ക് ഞങ്ങളെയും അറിയാം. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.